ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് പറയണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ 4 മണിക്ക് ചായക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചക്ക റെസിപ്പിയാണ് കേട്ടോ. വേണമെങ്കിൽ ഇതിനെ ചക്കപ്പുഴുക്കെന്നും പറയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കഷ്ണം പച്ചച്ചക്കയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ കൂണൊക്കെ നമ്മൾ ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ ചുള മാത്രമായിട്ട് എടുക്കാം. ഇതിൻ്റെ ഈ കാണി ചെറിയ ചെറിയ ചൗണിയൊക്കെ നമുക്ക് കളയാം കേട്ടോ. അങ്ങനെ ഞാൻ ചുള മാത്രമായിട്ട് ഇതിൽ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ ചക്കച്ചുള ഞാൻ മുഴുവനോടക്കനെയാണ് കേട്ടോ വേവിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുരു ഒന്നും കളയണില്ല, ആകെ കൂടിയിട്ട് ചൗണി മാത്രമേ കളയണുള്ളൂ. കുരു ആണെങ്കിൽ നമ്മൾ കുക്കറിലിട്ട് വേവിക്കണ കാരണം നല്ല പോലെ വെന്ത് കിട്ടും. അപ്പം നമുക്ക് അതും കഴിക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ മുഴുവനോടക്കനെ ഓരോ ചുള മുഴുവനോടക്കനെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കാനില്ല. നമ്മളിപ്പോൾ എത്ര ചക്കയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യമായിട്ട് എത്ര ഉപ്പ് വേണ്ടി വരുന്ന ഒരു കണക്കുണ്ടാവുമല്ലോ, അപ്പോൾ അത്രയും ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിതിലേക്ക് ഇതിൻ്റെ പാകത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ചക്കര അളവനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാനിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. ഇതേ ഇത്ര ബാക്കിയുണ്ട് ആ ഗ്ലാസ്സിൽ, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇതേപോലെ തന്നെ മിക്സ് ചെയ്യണമെന്നില്ല, കൈ കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല. നല്ല പോലെ മിക്സിങ് ആവണം, ഇല്ലെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെയും പിടിച്ച് ടേസ്റ്റിലുണ്ടായി വരും. ഇനി ഇതിലേക്ക് ഒരു പകുതി മുറി നാളികേരം ചെറുകിയത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു വിസിലേ പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ചക്ക വേവിക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ചക്ക ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചക്കപ്പുഴുക്ക് ആയിട്ടുണ്ട്. ഞാൻ അതൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഏകദേശം നമ്മൾ ഈ കൊള്ളിയൊക്കെ പുഴുങ്ങില്ലേ, ആ ഒരു ടേസ്റ്റാണ് ശരിക്കും നമുക്ക് ഈ ചക്കപ്പുഴുക്ക് കഴിക്കുമ്പോൾ തോന്നുക. ഇതിപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം, 4 മണിക്ക് ചായക്കും കഴിക്കാം. ഇപ്പോൾ ഇതിലിപ്പോൾ ചക്കക്കുരുക്ക് ഇടുന്നുണ്ടെങ്കിലും ചക്കക്കുരുവും കഴിക്കാൻ പറ്റും, കാരണം നമ്മൾ കുക്കറിട്ട് വേവിക്കണതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിന് ചക്കക്കുരുവും കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.